Non-linear dynamics il ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് സൈക്കിൾസ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ലിമിറ്റ് സൈക്കിൾസ് എന്ന് പറയുകയാണെങ്കിൽ ഫേസ് പ്ലെയിനിൽ അല്ലെങ്കിൽ ഫേസ് സ്പേസിലുള്ള ഐസൊലേറ്റഡ് ക്ലോസ്ഡ് ട്രജക്ടറീസ്. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ട്രജക്ടറീസും ക്ലോസ്ഡ് ട്രജക്ടറീസ് അല്ല. നമുക്കറിയാം ക്ലോസ്ഡ് ട്രജക്ടറീസ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് മോഷന് കറസ്പോണ്ട് ചെയ്യുന്നതാണ്. Alright, so there could be different trajectories, alright, and some of them could be closed, some of them isolated, right? Isolated closed trajectoriesനെയാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാകാൻ വി ക്യാൻ ലുക്ക് ഇൻ ടു സം സിസ്റ്റംസ് ഓഫ് ഇക്വേഷൻ. അതായത് ചില സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അല്ലെ ജനറലി സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ചില സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എടുക്കുകയാണെങ്കിൽ ദർ വിൽ ബി സൊല്യൂഷൻസ് കറസ്പോണ്ടിങ് ടു ക്ലോസ്ഡ് സൈക്കിൾസ്, റൈറ്റ്, ഓർ ക്ലോസ്ഡ് ട്രജക്ടറീസ്, ക്ലോസ്ഡ് ട്രജക്ടറീസ്. ഇതിനാണ് ലിമിറ്റ് സൈക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് മനസ്സിലാകാൻ നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് an equation for an oscillator, right, and we'll see how a limit cycles appears in this particular equation. Okay, ലിമിറ്റ് സൈക്കിൾസ് എന്നുള്ള കോൺസെപ്റ്റ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. ഇത് ഓസിലേറ്റർ തന്നെയാണ്, പക്ഷേ ഇതിലൊരു ഡിസിപ്പേഷൻ ടേം ഉണ്ട്. റൈറ്റ്, ഇത് ഡിസിപ്പേഷൻ ആവും അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ആവും. ഇറ്റ് കുഡ് ഓൾസോ ബി ആൻ എക്സൈറ്റേഷൻ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡ്രിവൺ ഓസിലേറ്ററിന് ഈ രീതിയിലുള്ള ഇക്വേഷൻ, ഒരു ഡ്രിവൺ ഓസിലേറ്റർ ആണെങ്കിൽ അത് ഈ രീതിയിലുള്ള ഇക്വേഷൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുക. ഒരു ഡാംപ്ഡ് ഓസിലേറ്റർ ആണെങ്കിലും ഈ രീതിയിലുള്ള ഇക്വേഷൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുക. റൈറ്റ്, ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ബി ഓഫ് എക്സ്. റൈറ്റ്, ഇവിടെ എക്സ് ഡോട്ട് ഇത് വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആണ്. This damping or excitation term is velocity dependent. Okay, ഇനി നമ്മൾ വീണ്ടും y equal to x dot എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. നമുക്ക് കിട്ടുന്ന y dot is equal to b of x y plus f of x. Right, this is equal to 0. Our equation becomes y dot plus b of x y plus f of x equal to 0. ഓക്കെ, ഇനി നമ്മളിത് മുൻപത്തെ പോലെ ഒരു ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാനാണ് നോക്കുന്നത്. സോ യു മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ വൈ. റൈറ്റ്, ഇവിടെ വൈ ഡോട്ട് ഉണ്ട്. സോ ഇഫ് യു മൾട്ടിപ്ലൈ ബൈ വൈ ത്രൂ ഔട്ട്, ദിസ് ബിക്കംസ് വൈ ഡോട്ട് പ്ലസ് ബി ഓഫ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വി ആർ ജസ്റ്റ് ട്രൈങ് ടു പുട്ട് ഇറ്റ് ഇൻ ടു എ മോർ കൺവീനിയന്റ് ഫോം, ദാറ്റ്സ് ഓൾ. റൈറ്റ്, ഇനി ഇത് വൈ ഡോട്ട് എന്നുള്ളതിനെ നമുക്ക് ഡി ബൈ ഡി ടി, ഓക്കെ, വി ക്യാൻ റൈറ്റ് ആസ് ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് വൈ സ്ക്വയർ. റൈറ്റ്, y dot immediately നമ്മൾ ഇങ്ങനെ എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. We have done this, we have used this trick before. y dot can be written as d by dt of half y square. All right, and what about f of x y? All right, f of x multiplied by, we put it into an slightly different form. Let's try. f of x y എന്നുള്ളതിന് is f of x dot. This you can write as f of x dx by dt. Okay, ഇനി ഇത് എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ ഡി ടി എന്നുള്ളതിനെ ഈ ക്യാൻ ഇന്റഗ്രേറ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ്. നമുക്കറിയാം ഈ ക്യാൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ ഡി ടി എന്നുള്ള ടേം ആണുള്ളത്. വി ഇന്റഗ്രേറ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇത് രണ്ടും ദീസ് ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. റൈറ്റ്, ഡിഫറൻഷിയേറ്റിംഗ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് inverse, in a sense they are inverse of each other, so it shouldn't change. All right, appo നമുക്ക് d by dt of dx by dt dt എന്നുള്ളതിനെ we can write it as dx. So this becomes d by dt of f of x dx, and integral f of x dx we had already defined as the potential energy. So this becomes dv by dt. ഇവിടെ v എന്ന് പറയുന്നത് integral f of x dx ആണ്. All right, നമ്മൾ ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇക്വേഷൻ 2. ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആദ്യത്തെ ടേം നമുക്കിങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് വൈ സ്ക്വയർ. ഈ ഹാഫ് വൈ സ്ക്വയർ നമ്മൾ പറഞ്ഞ കൈനറ്റിക് എനർജിയെ കാണിക്കുന്ന ടേം ആണ്. അടുത്ത ഈ ടേം ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാകും. ദിസ് ടേം വി റോട്ട് ഇറ്റ് ആസ് ഡി ബൈ ഡി ടി ഓഫ് വി, ഡി വി ബൈ ഡി ടി. ഓക്കെ, സോ യു ഗെറ്റ് ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് വൈ സ്ക്വയർ പ്ലസ് ഡി വി ബൈ ഡി ടി, അല്ലെങ്കിൽ ഒരുമിച്ച് ഡി ബൈ ഡി ടി ഓഫ് half y square is the kinetic energy and v is the potential energy. d by dt of t plus v is equal to, ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് ഉണ്ടെങ്കിൽ മൈനസ് ബി ഓഫ് എക്സ് എക്സ് ഡോട്ട് സ്ക്വയർ. റൈറ്റ്, സോ വി ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ മൈനസ് ബി ഓഫ് എക്സ് എക്സ് ഡോട്ട് സ്ക്വയർ എന്നുള്ളത്, മൈനസ് ബി ഓഫ് എക്സ് എക്സ് ഡോട്ട് സ്ക്വയർ എന്നുള്ളത് ഈ എനർജിയുടെ, സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയുടെ ചേഞ്ച് ആണ് തരുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ് തരുന്നത്. റൈറ്റ്, ദിസ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ എനർജി. ഇനി ഒരു കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും, ആൻഡ് ദെൻ ദിസ് ടേം വുഡ് ബി 0, നോ ഡാമ്പിംഗ് ഓർ എക്സൈറ്റേഷൻ. Alright, ഈ കേസിൽ ഡാമ്പിംഗ് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ഉണ്ട്. സോ ദിസ് ഷോസ് us the change in the total energy of the system, dE by dt, if you like. Alright, the rate of change of energy of the system. Okay, അപ്പോൾ സിസ്റ്റത്തിന്റെ എനർജി മാത്രം നമ്മൾ നോക്കുകയാണ്, കൺസർവ്ഡ് അല്ല. ഇറ്റ് ലൂസസ് എനർജി ടു സറൗണ്ടിങ്സ് ഓർ ഇറ്റ് ഗെയിൻസ് എനർജി ഫ്രം ദ സറൗണ്ടിങ്സ്. Alright, ഉദാഹരണത്തിന് b of x നെഗറ്റീവ് ആണെങ്കിൽ we can say that it gains energy from the surroundings. Right, if b of x is negative,
It gains energy from the surroundings. കാരണം d by dt of t plus v എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. Right? It increases. ഇനി b of x പോസിറ്റീവ് ആണെങ്കിൽ it means that there is damping and it loses energy to the surroundings. Alright? So b of x, this can model both damping and excitation depending on the value of the sign of b of x. Alright? Okay. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എ കൺസർവേറ്റീവ് സിസ്റ്റം, ഇറ്റ്സ് എ ഡിസിപ്പേറ്റീവ് സിസ്റ്റം. ബി ഓഫ് എക്സ് കുഡ് ഇൻവോൾവ് ടേംസ് കറസ്പോണ്ടിങ് ഡിസിപ്പേഷൻ ആൻഡ് എക്സൈറ്റേഷൻ. റൈറ്റ്? അപ്പോൾ ഇത് ബി ഓഫ് എക്സ് ഒരു ജനറൽ ടേം ആണ്. ഇതിൽ തന്നെ മേ ബി ദർ ആർ സിസ്റ്റംസ് വിത്ത് ബോത്ത് ഡിസിപ്പേഷൻ ആൻഡ് എക്സൈറ്റേഷൻ. ഇപ്പോൾ ബി ഓഫ് എക്സിൽ ഡിസിപ്പേഷനും എക്സൈറ്റേഷനും കറസ്പോണ്ട് ചെയ്യുന്ന ടേംസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഡി ബൈ ഡി ടി ഓഫ് ടി പ്ലസ് വി. Right? Or we can write it actually as dE by dt, right? T plus V is the total energy. So we'll write as dE by dt is equal to minus B of x dot square. Right? അതുപോലെ നമ്മുടെ ഡൈനാമിക്കൽ ഇക്വേഷൻ ഇതായിരുന്നു x double dot plus B of x dot plus f of x is equal to 0. Right? ഇതിന്റെ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. Right? അപ്പോൾ ഈ B of x എന്ന് പറയുന്നത് ഡിസിപ്പേഷൻ ഓർ എക്സൈറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. Alright. ഇനി ഇതിന്റെ സൊല്യൂഷൻ ഈ ഫോമിലാണെന്ന് അസ്യൂം ചെയ്യുക. x equal to a cos omega t plus phi, where omega and phi are functions of x. Okay. അപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ ടേം ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിരുന്നെങ്കിൽ the solution would be x equal to a cos omega t plus phi, where omega and phi are constants. Okay. അപ്പോൾ ഇവിടെയുള്ള എക്സ്ട്രാ ടേംസിന്റെ എഫക്റ്റ് we can include in this solution by making omega and phi function of x. Alright. Omega and phi x ന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ we can write the solution in the form x equal to a cos omega t plus phi. Right? So it looks like a periodic function, so we call it as quasi periodic. Okay? അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള സൊല്യൂഷൻ ആണ് ട്രൈ ചെയ്യുക. ഓക്കെ, alright. ഇനി ഈ b of x, right? b of x ൽ രണ്ട് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഡിസിപ്പേഷൻ, damping, right? or excitation. Now let's assume that the dissipation and excitation in this b of x term can be separated. Right? b of x le dissipation effects generally surroundings inde influence ആണ്. Okay? അപ്പോൾ അതിൽ ഡിസിപ്പേഷൻ ഉണ്ടാവും, എക്സൈറ്റേഷൻ ഉണ്ടാവും. ഈ രണ്ട് ടേംസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുക. ഉദാഹരണത്തിന് we can write b of x equal to minus f1 of x. I mean, suppose we can write b of x equal to minus f1 of x plus f2 of x. Okay? അങ്ങനെയാണെങ്കിൽ ഈ f1 of x എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈനസ് f1 of x എന്ന് പറയുന്നത് എക്സൈറ്റേഷനും f2 of x എന്ന് പറയുന്നത് ഡിസിപ്പേഷൻ ആയിരിക്കും. Alright? So ഇവിടെ മൈനസ് ഇടാൻ കാരണം ഓൾറെഡി we have a minus on the right hand side here. Alright? So just assume that the dissipation and excitation in b of x can be separated. Alright? Right? Now in that case we can write it like this. Okay, so we integrate over one cycle. ഇതിനെ നമ്മൾ ഒരു സൈക്കിൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. So integrate across one cycle. Okay, integrate over one cycle. Okay, നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ you see that integral dE is equal to okay minus b of x dot square dt. Integral. Alright, integral minus b of x dot square dt. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. Okay, over one cycle, over one complete cycle. Right? The integral dE എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ. integral dE is e, but if the limits, alright, limits എന്ന് പറയുന്നത് നമ്മൾ integrating over one complete cycle. Okay, അപ്പോൾ സൈക്കിളിന്റെ തുടക്കത്തിലുള്ള എനർജിയും സൈക്കിളിന്റെ എൻഡിലുള്ള എനർജി. Okay, so this can be written as when you apply the limits, this would be EF minus EI. Alright, final energy minus initial energy. അതാണ് integral dE. EF minus EI is equal to minus integral b of x dot square dt. Alright? ഇനി EF minus EI എന്താണ്? EF minus EI നമുക്ക് ഇങ്ങനെ എഴുതാം. EF can be written as EI. Okay, ഇത് കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ EF is EI. Alright? Plus there could be some excitation. Excitation കാരണമുള്ള എനർജി ഇനീഷ്യൽ എനർജിയിലൂടെ ആഡ് ചെയ്യും. So we can write this as delta ED. Sorry, delta E, excitation, standing for excitation. There could also be dissipation. Dissipation initial energy നിന്ന് ഇതിന്റെ എനർജിയെ കുറയ്ക്കുകയാണ് ചെയ്യുക. Right? So minus delta E dissipation. Right? So the final energy can be written as the initial energy plus the contribution from excitation and the loss due to dissipation. ഇങ്ങനെ നമുക്ക് എഴുതാം. Right? അങ്ങനെയാണെങ്കിൽ EF minus EI എന്നുള്ളത്. So EF minus EI can be written as delta E excitation minus delta E dissipation. All right.
So we have the result now. This is a cycle integrate cheyanenkil this equation becomes delta E excitation minus delta E dissipation is equal to minus integral B of x dot square dt, or we can get rid of this minus sign and we can write this as delta E dissipation minus delta E excitation is equal to integral B of x dot square dt. Okay, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. Okay, integral x dot square B of x dt, right? Integral x dot square B of x dt is equal to delta E dissipation minus delta E excitation, right? Or delta E dissipated minus delta E excited. All right. So where delta E dissipated is the energy dissipated over one cycle, and delta E excited is the energy pumped into the system over a complete cycle. All right. So I hope this step is clear. Right? So we just took this equation and integrated it over one complete cycle. All right. We integrated it over a cycle. Okay. That's what we have done. നമ്മൾ പറഞ്ഞു ബി ഓഫ് എക്സിൽ ഡിസിപ്പേഷനും എക്സൈറ്റേഷനും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓൾറൈറ്റ്, അതിൽ ഡിസിപ്പേഷൻ ടേം 2 ഡെൽറ്റ എക്സ് ഡോട്ട് എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. അതായത് ബി ഓഫ് എക്സ് ഫോർ ഡിസിപ്പേഷൻ. ഓൾറൈറ്റ്, ഞാൻ ഇങ്ങനെ എഴുതാം, ബി ഫോർ ഡിസിപ്പേഷൻ. ഓൾറൈറ്റ്, or let me write b of x for dissipation. Let's say that this is a constant. Alright, this is 2 delta. ഈ 2 എന്നുള്ളത് നമ്മൾ പിന്നീടുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. Right, so this, suppose this is equal to 2 delta. Alright, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിസിപ്പേറ്റഡ് എനർജി എന്ന് പറയുന്നത്, right, ഒരു സൈക്കിളിൽ ഡിസിപ്പേറ്റഡ് എനർജി എന്ന് പറയുന്നത് you can calculate it as integral 0 to tau 2 delta x dot square dt. Right, you can write it as integral 0 to tau. Tau എന്ന് പറയുന്നത് അതിന്റെ പീരിയഡ് ആണ്. Right, ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടോ എന്ന് പറയുന്നത്. Right, okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനർജി ഡിസിപ്പേറ്റഡ് വിൽ ബി ഇന്റഗ്രൽ 0 to tau 2 delta x dot square dt. Right, ഇത് because alright we already saw this thing. Alright, നമ്മൾ നേരത്തെ എഴുതിയ റിസൾട്ട് ഇതാണ്, ഇന്റഗ്രൽ 0 to tau what did we have, b of x dot square dt is equal to delta E dissipated minus delta E excited. Alright, or delta E due to dissipation minus delta E due to excitation. ഇതാണ് നമ്മൾ മുൻപ് എഴുതിയ റിസൾട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസിപ്പേഷൻ ടേമും എക്സൈറ്റേഷൻ ടേമും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ഡിസിപ്പേഷൻ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെൽറ്റ ഇ ഡി കിട്ടുന്നു. അതുപോലെ എക്സൈറ്റേഷൻ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഈ ഡെൽറ്റ ഇ എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിസിപ്പേഷൻ ടേം 2 ഡെൽറ്റ, ഡിസിപ്പേഷന് കറസ്പോണ്ട് ചെയ്യുന്ന ടേം 2 ഡെൽറ്റ ബി ഓഫ് എക്സ്, അല്ലെ ഡിസിപ്പേഷന് കറസ്പോണ്ട് ചെയ്യുന്ന ബി ഓഫ് എക്സ് 2 ഡെൽറ്റ ആണെങ്കിൽ when you integrate that you will get this part. Okay, അതുപോലെ അതിലുള്ള എക്സൈറ്റേഷൻ പാർട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ you will get delta E like that. Okay, എക്സൈറ്റേഷൻ കാരണമുള്ള എനർജി ഗെയിൻ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസിപ്പേഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ you will get the energy loss due to dissipation. അതുകൊണ്ടാണ് ഇവിടെ delta E dissipated is equal to integral 0 to tau 2 delta x dot square dt എന്ന് എഴുതിയിരിക്കുന്നത്. Alright, now we use the solution. Alright, we already said that we'll assume the solution x is equal to a cos omega t plus phi. Alright, and we said that this omega and phi are slowly varying functions of x. Slowly varying function, അതായത് slowly varying നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു സൈക്കിളിലൊന്നും ഈ എക്സിൽ ഡിപ്പെൻഡ്, ഒരു സൈക്കിൾ ഇതിന്റെ ഓസിലേഷനിൽ ഒരു സൈക്കിൾ എടുക്കുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇറ്റ്സ് സ്ലോലി വേരിങ്. Alright, so the change accumulates over a number of cycles. Okay, so when we say that it's a slowly varying function of x, we mean that it does not change much over one cycle, for example. Okay, so this is important. Right, ഇനി x equal to a cos omega t plus phi എന്ന് ഇടുകയാണെങ്കിൽ, right, then you see that dx by dt or x dot is equal to minus a sine, so it's actually minus a omega sine omega t plus phi. Right, assuming that it's a constant over one cycle. Right, so അങ്ങനെയാണെങ്കിൽ x dot square എന്ന് പറയുന്നത് a square omega square sine square omega t plus phi. Alright, now you substitute that here. You can write this as integral, where we get delta E dissipated is equal to integral 0 to tau 2 delta, this is dx by dt whole square, a square omega square sine square omega t plus phi, and then dt. Okay, now we need to integrate this. Alright, now we need to integrate this. With integrate നമ്മൾ ഉപയോഗിക്കുന്നത്, we can use this trigonometric identity. Alright, so we can write sine square. Okay, so if you remember,
if you have something like cos 2x, this is actually 1 minus 2 sine square x. All right. So from here we can write sine square x as 1 minus cos 2x divided by 2. All right. In the same manner, the sine square omega t plus phi can be written as sine square omega t plus phi can be written as 1 minus cos 2 omega t plus phi divided by 2. All right. അപ്പോൾ നമ്മുടെ integral, this becomes delta E dissipated becomes integral 0 to tau 2 delta is there. These are constants. Okay. And we have got a square omega square. Right. ഈ sine square എന്നുള്ള നമ്മൾ എന്താണ് എഴുതുന്നത് 1 minus cos 2 omega t plus phi divided by 2 dt. ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. Right. ഇനി നമ്മൾ ആദ്യത്തെ ടേം ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, ഇത് ആദ്യത്തെ ടേം മാത്രം എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് 1 by 2 dt. 1 by 2 dt ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ get 1 by 2 t. When you apply the limits from 0 to tau, this becomes tau by 2. Right. അപ്പോൾ ആദ്യത്തെ ടേമിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ tau by 2 ആണ്. So this becomes delta E dissipated is equal to 2 delta A square omega square tau by 2. So these 2 get cancelled. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആദ്യം ഒരു 2 ഇട്ടത്. Right. So this becomes delta A square omega square tau. Okay, this is the delta E dissipated. What about the second term? Right. നമ്മൾ second term integrate ചെയ്യണമെങ്കിൽ forget about the constants. Right. നമ്മൾ second term integrate ചെയ്യണമെങ്കിൽ what we get is a term like sine. Okay, there are other terms in it. പക്ഷേ ഇതിന്റെ ബിഹേവിയർ കാണിക്കുന്നത് sin 2 omega t plus phi ആണ്. Right. ഇനി ഇത് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 to tau എന്നുള്ള ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആണെന്ന് പറയുമ്പോൾ ബൈ ഡെഫിനേഷൻ 0യിലുള്ള സൈൻ ഫംഗ്ഷനും ടോയിലുള്ള സൈൻ ഫംഗ്ഷന്റെയും വാല്യൂ സെയിം ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി 0. Right. 0യിലുള്ള സൈൻ ഫംഗ്ഷന്റെയും ടോയിലുള്ള സൈൻ ഫംഗ്ഷന്റെയും വാല്യൂ സെയിം ആണ്. അതാണ് നമ്മൾ അതിന്റെ പീരിയോഡിക് ആണെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഇറ്റ്സ് പീരിയോഡിക്. റൈറ്റ്. ഇറ്റ് റിട്ടേൺസ് ടു സെയിം വാല്യൂ. 0യിലായിരിക്കുമ്പോഴുള്ള സെയിം വാല്യൂയിലേക്ക് റിട്ടേൺ ചെയ്യും ഇൻ എ ടൈം ടോ. Right. That's the reason we take this equal to 0. Right. Now you can object to this because we said that this omega and phi are functions of x. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തത് these are slowly varying functions of x. ഇത് ഒരു സൈക്കിളിൽ കാര്യമായിട്ട് മാറ്റമൊന്നും വരില്ല. Okay, we assume that it doesn't change considerably over one cycle. Right. അപ്പോൾ അതുകൊണ്ട് we can put it approximately equal to 0. ഇത് രണ്ടാമത്തെ ടേമിന്റെ കോൺട്രിബ്യൂഷൻ, ഇവിടെയുള്ള ഈ ടേമിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് 0 ആക്കാം. Right. So you can check this. Okay. അപ്പോൾ അത് 0 ആക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് വരുന്നത് ഡെൽറ്റ ഇ ഡിസിപ്പേറ്റഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ടോ എന്ന് മാത്രമാണ്. Right. ഇനി നമുക്ക് ടോ ഇസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ എന്ന് ഇടുകയാണെങ്കിൽ, ടോ ഇസ് ഈക്വൽ ടു 2 pi by omega എന്ന് ഇടുകയാണെങ്കിൽ this get cancelled and you get 2 delta a square omega pi. What is this? This is delta E dissipated. Right. This is the dissipated energy. This is the dissipated energy over one cycle. Dissipated energy over one cycle. So you see that all these things are constants now. 2 delta omega pi. So, omega, right, over one cycle it does not change considerably. So we can treat it as a constant. Okay. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, it actually depends on the amplitude as a square. Okay, the dissipated energy depends on the amplitude. It depends on the square of the amplitude. Right. So we see that the dissipated energy in this case goes like the square of the amplitude. Okay. So this is the result we had. Delta E dissipated is equal to 2 delta A square omega pi. Okay. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് നമ്മൾ പറഞ്ഞു. Okay. A is the amplitude. So delta E dissipated depends on the amplitude as a square. Okay. അപ്പോൾ നമ്മൾ ഈ delta E dissipated versus a amplitude versus plot ചെയ്യുകയാണെങ്കിൽ it will be a parabola. Okay. കാരണം a square, right? It's like delta E is proportional to a square. So a square it's like a parabola. Right. അപ്പോൾ നമ്മൾ ഇത് delta E dissipated we can plot against the amplitude, right, for various values of amplitudes. Okay. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡ് എടുത്തു and then this is the delta E. This is the delta E. All right. It could be dissipated or excited. ആദ്യം നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് delta E dissipated ആണ്. Delta E dissipated. All right. ഇത് a square behavior ആണ്. It's part of a parabola. Okay. All right. ഇനി നമുക്ക് delta E excited, excitation എനർജി കോൺസ്റ്റന്റ് ആണെന്ന് കരുതുക. ആംപ്ലിറ്റ്യൂഡ് ഇൻഡിപെൻഡന്റ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരച്ചിരിക്കുന്നത്. ഫോർ എവറി ആംപ്ലിറ്റ്യൂഡ് സപ്പോസ് വി ഹാവ് ദ സെയിം excitation energy. All right. Suppose we have the same excitation energy for every amplitude. All right. So that means it's a straight line. It's constant with respect to amplitude. Okay.
ഇങ്ങനെ ഒരു കേസിൽ ലിമിറ്റ് സൈക്കിൾ അപ്പിയർ ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എ ഈക്വൽ ടു എ സ്റ്റാർ എന്നുള്ളൊരു സ്പെസിഫിക് പോയിന്റ് എടുക്കുകയാണെങ്കിൽ, റൈറ്റ്, എ ഈക്വൽ ടു എ സ്റ്റാർ എന്നുള്ള സ്പെസിഫിക് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡെൽറ്റ ഇ ഡിസിപ്പേറ്റഡും ഡെൽറ്റ ഇ എക്സൈറ്റേഷനും അല്ലെങ്കിൽ ഡെൽറ്റ ഇ ഡിസിപ്പേറ്റഡും ഡെൽറ്റ ഇ എക്സൈറ്റഡും സെയിം ആണ്, ദേ ആർ ഈക്വൽ. Alright, so the net gain ഈ amplitude ആണെങ്കിൽ the net gain or loss of energy by the system is zero at this particular point. Okay, the net gain or loss of energy is zero. Okay, അതായത് ഈ സിസ്റ്റം ഒരു ഐഡിയൽ ഓസിലേറ്റർ പോലെയാണ് ബിഹേവ് ചെയ്യുക, കാരണം ഡാമ്പിങ്ങും ഇല്ല എക്സൈറ്റേഷനും ഇല്ല, ദേ എക്സാക്ട്ലി ക്യാൻസൽ ചെയ്തത് അറ്റ് ദിസ് പോയിന്റ്, ഈ പെർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡുള്ള ട്രജക്ടറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗെയിനും ഇല്ല ലോസും ഇല്ല, ഇറ്റ് വിൽ ബി ക്ലോസ്ഡ് trajectory, it will be a closed trajectory. ആ ട്രജക്ടറി നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്, റൈറ്റ്. അതായത് എ സ്റ്റാർ എന്നുള്ള ആംപ്ലിറ്റ്യൂഡുള്ള എ സ്റ്റാർ എന്നുള്ള പെർട്ടിക്കുലർ സ്പെസിഫിക് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ട്രജക്ടറി, റൈറ്റ്, എ സ്റ്റാർ എന്നുള്ള സ്പെസിഫിക് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ട്രജക്ടറി, റൈറ്റ്. അവിടെ നെറ്റ് ഗെയിനും നെറ്റ് ലോസും ഇല്ലാത്തതുകൊണ്ട് യു വിൽ ഹാവ് എ ക്ലോസ്ഡ് ട്രജക്ടറി. ഓക്കെ, ദിസ് എ ക്ലോസ്ഡ് ട്രജക്ടറി. നമുക്കറിയാം ക്ലോസ്ഡ് ട്രജക്ടറി എന്ന് പറഞ്ഞാൽ പീരിയോഡിക് മോഷൻ ആണ്, ഇറ്റ് ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഓസിലേറ്റർ. Alright, so that's what happens in this case when A is a specific value A star in such a way that delta E dissipated is equal to delta E excited. Alright, the net gain or loss of energy is zero. Alright, now there are other possibilities also. ഇനി ഈ A1 ആംപ്ലിറ്റ്യൂഡ് A1 ആണെന്ന് കരുതുക. Alright, suppose amplitude is A1. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. Alright, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഡെൽറ്റ ഇ ഡിസിപ്പേറ്റഡ്. Alright, so you see that delta E dissipated is less than, ശരിയല്ലേ, this height, okay, is less than delta E excited or excitation. അതായത് എക്സൈറ്റേഷൻ എനർജിയെക്കാളും ഈ ആംപ്ലിറ്റ്യൂഡിൽ എക്സൈറ്റേഷൻ എനർജിയെക്കാളും കുറവാണ് ഡിസിപ്പേഷൻ എനർജി, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ എനർജി ഡിസിപ്പേഷൻ എനർജിയെക്കാളും കൂടുതലാണ്. Alright, so there is more excitation energy. Okay, ഡിസിപ്പേഷൻ എനർജിയെക്കാളും എക്സൈറ്റേഷൻ എനർജി കൂടുതലാണ്. Alright, അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ it has a net excitation energy, right? പുറമേ നിന്നുള്ള എക്സൈറ്റേഷൻ എനർജി, there is a net excitation energy. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, this corresponds to a part of an outward coming spiral. കാരണം നമ്മൾ എക്സൈറ്റേഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴേക്ക്, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിലൊക്കെ എക്സൈറ്റേഷൻ എനർജിയാണ് കൂടുതൽ, റൈറ്റ്. എ സ്റ്റാറിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴൊക്കെ, റൈറ്റ്, എ സ്റ്റാർ എന്നുള്ള പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് എല്ലാം തന്നെ എക്സൈറ്റേഷൻ എനർജിയാണ് കൂടുതൽ, റൈറ്റ്. സോ ഇറ്റ് ഗെറ്റ്സ് എക്സൈറ്റഡ്, ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ഡ്രിവൺ ഓസിലേറ്റർ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇറ്റ് ഗെയിൻസ് എനർജി, റൈറ്റ്, ഇറ്റ് ഗെയിൻസ് എനർജി ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് എ ബിഗർ ആൻഡ് ബിഗർ എലിപ്സ്. ഓക്കെ, കൂടുതൽ വലിയ ട്രജക്ടറീസ് ഫോം ചെയ്യണം, റൈറ്റ്. സോ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ദ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു A1 എന്നുള്ള പോയിന്റിൽ നമുക്കിങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സ്പൈറൽ, റൈറ്റ്, ഒരു ഡ്രിവൺ ഓസിലേറ്ററിന് കറസ്പോണ്ട് ചെയ്യുന്ന ട്രജക്ടറിയാണ് കിട്ടുന്നത്, റൈറ്റ്. ഇറ്റ്സ് നോട്ട് എ ക്ലോസ്ഡ് ഓർബിറ്റ്. ഓക്കെ, so at a point like A1 less than A star, there is net gain of energy by the system, and therefore the phase space trajectory is a spiral issuing from the origin. Origin നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറമേക്ക് വരുന്ന ഒരു സ്പൈറലാണ്. Alright, now there is another possibility here. If you look at the point A2, right, A2 എന്നുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ, right, A2 എന്നുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ you see that the dissipation energy is higher. Okay, the dissipation is higher. Dissipation energy or dissipation is higher, right? Delta E dissipation is greater than delta E excitation. Alright, so what's happening here? There's a net loss of energy. Net loss of energy എന്ന് പറഞ്ഞാൽ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. അതായത് എ സ്റ്റാറിന്റെ റൈറ്റ് സൈഡിലേക്കാണ് ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ, എ സ്റ്റാറിനേക്കാളും കൂടുതലായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ, ഏത് ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിലും അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ്, ട്രജക്ടറിയുടെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. റൈറ്റ്, ഉദാഹരണത്തിന് ഇവിടെ കാണിച്ചിരിക്കുന്ന A2 എന്നുള്ള പോയിന്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ട്രജക്ടറി, റൈറ്റ്. ഇത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ you see that it decreases in amplitude, right? It decreases in amplitude. അപ്പോൾ എവിടെ വരെ ഡിക്രീസ് ചെയ്യാം? It decreases up to A star. Okay, A2 ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ it loses energy and it reaches A star, right? A star എത്തുന്ന സമയത്ത് delta E dissipated and delta E excitation energy and dissipation energy are the same. So we see that this trajectory actually approaches നമ്മൾ നേരത്തെ വരച്ച ആ ക്ലോസ്ഡ് ഓർബിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇതേ കേസ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ട്രജക്ടറി. ഉള്ളിലുള്ള ട്രജക്ടറിക്ക് എക്സൈറ്റേഷൻ ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എക്സൈറ്റേഷൻ ഉള്ളതുകൊണ്ട് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത് വരും. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും തോറും ഡിസിപ്പേഷൻ കൂടി വരും. റൈറ്റ്, സോ അറ്റ് എ പോയിന്റ് the dissipation becomes equal to, or the excitation becomes equal to dissipation. അപ്പോൾ ഈ ഉള്ളിലുള്ള ഓർബിറ്റ് ആണെങ്കിലും നമ്മൾ നേരത്തെ വരച്ച ഈ
ലിമിറ്റ് സൈക്കിളിനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. റൈറ്റ്, ഇതിനെ നമ്മൾ ലിമിറ്റ് സൈക്കിൾ എന്നാണ് പറയുക. റൈറ്റ്, സോ ദിസ് ഇസ് കോൾഡ് ലിമിറ്റ് സൈക്കിൾ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദിസ് ഇസ് ആൻ ഐസൊലേറ്റഡ് ക്ലോസ് ട്രജക്ടറി ഇൻ ദ ഫേസ് പ്ലെയിൻ. ഐസൊലേറ്റഡ് ആണ്, കാരണം അതിന്റെ രണ്ട് സൈഡിലും നോക്കുകയാണെങ്കിൽ നമുക്കുള്ളത് എന്താണ്, ക്ലോസ്ഡ് അല്ലാത്ത ട്രജക്ടറീസ് ആണ്. റൈറ്റ്, ഫേസ് സ്പേസിൽ നമ്മൾ നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദം ആർ trajectories which are not closed, right, not corresponding to periodic motion, but there's an isolated closed trajectory here. ഈ isolated closed trajectory ആണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ബാക്കി ട്രജക്ടറീസ് എല്ലാം ലിമിറ്റ് സൈക്കിളിനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. Okay, it need not be the case. All right, in this particular case all other trajectories seem to approach the limit cycle. Okay, അപ്പോൾ ആ കേസിൽ we say that the limit cycle is stable, etc. We'll see these things. All right, that's what we see here. At A2 the trajectory is again a spiral. All right, അതേ ചിത്രം തന്നെയാണ് ഇവിടെ ഉള്ളത്. A2 എന്നുള്ള പോയിന്റിൽ വീണ്ടും ഒരു സ്പൈറൽ തന്നെയുള്ളത്, but in this case the spiral tends to wind in. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഐസൊലേറ്റഡ് കർവ് എമംഗ് സ്പൈറൽസ്. ഓക്കെ, ഇവിടെ ഈ രണ്ട് സ്പൈറൽസിന്റെ ഇടയിൽ ഈ ഒരു ഐസൊലേറ്റഡ് കർവ് ഉണ്ട്, ഐസൊലേറ്റഡ് ക്ലോസ്ഡ് കർവ് ഉണ്ട്. ഐസൊലേറ്റഡ് ക്ലോസ്ഡ് കർവ് ഉണ്ട് ബിറ്റ്വീൻ സ്പൈറൽസ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പൈറലാണുള്ളത്, ഇതിന്റെ പുറമേക്ക് ഒരു സ്പൈറലാണുള്ളത്. അപ്പോൾ ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് കർവ് ഒരു ലിമിറ്റ് സൈക്കിളിന് എക്സാമ്പിൾ ആണ്. റൈറ്റ്, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് വി കോൾ ആസ് എ ലിമിറ്റ് സൈക്കിൾ. റൈറ്റ്, ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത കേസ് ഡിസിപ്പേഷൻ എനർജി അല്ലെ ഡിസിപ്പേറ്റഡ് എനർജി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഡിപെൻഡന്റ് ആണ്. പക്ഷേ എക്സൈറ്റേഷൻ എനർജി അല്ലെ എക്സൈറ്റഡ് എനർജി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കേസാണ് ആദ്യം നമ്മൾ കണ്ടത്. റൈറ്റ്, ബട്ട് ഇൻ ദർ ക്യാൻ ബി കേസസ് വെയർ ബോത്ത് ഡിസിപ്പേറ്റഡ് എനർജി ആൻഡ് എക്സൈറ്റേഷൻ എനർജി ഓർ എക്സൈറ്റഡ് എനർജി വേരി വിത്ത് ആംപ്ലിറ്റ്യൂഡ്. റൈറ്റ്, ഉദാഹരണത്തിന് ഈ രീതിയിലാണ് വേരി ചെയ്യുന്നത് നോക്കുക. ഓക്കെ, ഈ രീതിയിലാണ് അത് വേരി ചെയ്യുന്നത്. അതായത് എക്സൈറ്റഡ് എനർജി ഇങ്ങനെയാണ് പോകുന്നത്. റൈറ്റ്, ദിസ് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഡിപെൻഡൻസ് ഓഫ് ദ എക്സൈറ്റേഷൻ എനർജി. ഓക്കെ, അതുപോലെ ഡിസിപ്പേഷൻ എനർജിയുടെ ആംപ്ലിറ്റ്യൂഡ് ഡിപെൻഡൻസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട രണ്ട് പോയിന്റ്സിൽ ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട്, രണ്ട് പോയിന്റ്സിൽ ഇത് രണ്ടും ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെൽറ്റ ഇ എക്സൈറ്റേഷനും ഡെൽറ്റ ഇ ഡിസിപ്പേഷനും രണ്ട് പോയിന്റ്സിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ആംപ്ലിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ടും നെറ്റ് ഗെയിൻ ഇൻ എനർജിയും നെറ്റ് ലോസ് ഇൻ എനർജിയും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് രണ്ട് ലിമിറ്റ് സൈക്കിൾ ഉണ്ട്. അതായത് ഈ ആംപ്ലിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എലിപ്സ് ഉണ്ട്. റൈറ്റ്, അതുപോലെ ഈ ആംപ്ലിറ്റ്യൂഡിന് കറസ്പോണ്ട് ചെയ്യുന്ന നമുക്കൊരു എലിപ്സ് ഉണ്ട്. റൈറ്റ്, സോ വി സേ ദാറ്റ് ഇൻ ദിസ് കേസ് ദർ ആർ ടു ലിമിറ്റ് സൈക്കിൾസ്. Okay, so with this example I think the idea of limit cycle is clear. All right, so this is actually something shown by Poincaré. So he showed that the system of equations, നമ്മൾ ഈ രീതിയിലുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ആണ് എടുത്തത്. റൈറ്റ്, ഈ രീതിയിലുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ there are occasionally solutions, right, sometimes there are solutions which give isolated closed trajectories. Right, അത് periodic behavior. Okay, അതായത് this is important. Right, when we go into chaos also this is important. അതായത് നമ്മൾ ഈ രീതിയിലുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ റൈറ്റ്, ജനറലി നോൺ പീരിയോഡിക് ബിഹേവിയർ ആണെങ്കിലും there can be solutions corresponding to isolated closed trajectories. അപ്പോൾ ആദ്യത്തെ കേസിൽ ഒരു ഐസൊലേറ്റഡ് ക്ലോസ് ട്രജക്ടറി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ കേസിൽ നോക്കിയപ്പോൾ രണ്ട് ഐസൊലേറ്റഡ് ക്ലോസ് ട്രജക്ടറീസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം ക്ലോസ്ഡ് ട്രജക്ടറീസ്, ഐസൊലേറ്റഡ് ക്ലോസ്ഡ് ട്രജക്ടറീസിനെയാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ കോൾഡ് ലിമിറ്റ് സൈക്കിൾസ്. Okay. Now, if all the other trajectories, ഇതിന് തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിന് ചുറ്റുമുള്ള എല്ലാ ട്രജക്ടറിയും ലിമിറ്റ് സൈക്കിളിലേക്കാണ് ടെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ കേസിൽ നോക്കിയതുപോലെ റൈറ്റ്, ഇതിനെ നമ്മൾ ഒരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞു. റൈറ്റ്, നമ്മൾ ആദ്യത്തെ കേസിൽ കണ്ടാണ് ഒരു ലിമിറ്റ് സൈക്കിൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രജക്ടറീസ് ഈ ലിമിറ്റ് സൈക്കിളിലേക്ക് എത്തും, ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത് ഈ ലിമിറ്റ് സൈക്കിളിലേക്ക് എത്തും. അതിൻ്റെ പുറമേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ലിമിറ്റ് സൈക്കിൾസ് ആണെങ്കിൽ, സോറി, ഇതിന്റെ പുറമേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രജക്ടറി ആണെങ്കിൽ അത് സ്പൈറൽ ചെയ്ത് അതും ഈ ലിമിറ്റ് സൈക്കിളിലേക്ക് എത്തും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ദിസ് വി ഹാവ് ഓൾറെഡി സീൻ. അപ്പോൾ ഈ കേസിന് ഇതിനെ നമ്മളൊരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ വാട്ട് വി കോൾ ആസ് എൻ അട്രാക്ടർ. അട്രാക്ടർ എന്ന് പറയുന്നതിന്റെ കാരണം അതിന് ചുറ്റുമുള്ള ട്രജക്ടറീസിനെ അത് അട്രാക്ട് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. റൈറ്റ്, അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ കേസിൽ നോക്കിയ ലിമിറ്റ് സൈക്കിൾ ഇതിൻ്റെ ഉള്ളിലുള്ള ട്രജക്ടറീസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രജക്ടറീസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇതിന്റെ പുറമേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രജക്ടറീസിനെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ ഇതിനെ നമ്മൾ അട്രാക്ടർ എന്ന് പറയും. റൈറ്റ്, വി കോൾ ദിസ് ആൻ അട്രാക്ടർ. ഇനി എല്ലാ ട്രജക്ടറീസ് ഇതിൽ നിന്ന് അകന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇതിനെ അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്നാണ് പറയുക. റൈറ്റ്, നമ്മുടെ ലിമിറ്റ് സൈക്കിളിൽ നിന്ന് ഐസൊലേറ്റഡ് ക്ലോസ് ട്രജക്ടറിയിൽ നിന്ന് എല്ലാ ട്രജക്ടറീസും അകന്നാണ് പോകുന്നതെങ്കിൽ
ഓക്കെ, ബാക്കി എല്ലാ ട്രജക്ടറീസും അകന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇതിനെ നമ്മളൊരു അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരല്പം കൺഫ്യൂസിംഗ് ആയിട്ട് ടെർമിനോളജീസ് ഉണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. ഇഫ് വൺ സെറ്റ് ഓഫ് ട്രജക്ടറീസ്, ഓക്കെ, ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് അപ്രോച്ചസ് ദ ലിമിറ്റ് സൈക്കിൾ ആൻഡ് ദ അതർ മൂവ്സ് അവേ ഫ്രോം ഇറ്റ്, ഒരെണ്ണം അപ്രോച്ച് ചെയ്യാണ്, മറ്റത് അകന്നു പോവുകയാണ് അതിൽ നിന്ന്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇതിനെ സെമി സ്റ്റേബിൾ എന്ന് പറയും. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇതിനെ സെമി സ്റ്റേബിൾ എന്ന് പറയും. സെമി സ്റ്റേബിൾ എന്ന് പറഞ്ഞാലും ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സ്റ്റേബിൾ. കാരണം സ്റ്റേബിളിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ട്രജക്ടറീസും അതിലേക്ക് ഐസൊലേറ്റഡ് ലിമിറ്റ് സൈക്കിളിലേക്ക് എത്തുമെന്നുള്ളതാണ്. Right? So this is actually unstable. Semi-stable എന്ന് പറയുകയാണെങ്കിൽ it's actually unstable, right? Because it does not satisfy the requirement of a stable limit cycle. Okay. Now the existence of a stable limit cycles in dissipative systems indicates the presence of stable oscillations. അപ്പോൾ stable limit cycles ഉണ്ടെങ്കിൽ stable oscillations ഉണ്ടാവും. Okay. നമ്മൾ ലിമിറ്റ് സൈക്കിൾസ് എന്താണെന്ന് കണ്ടു, അതിന്റെ ഡെഫിനേഷൻ കണ്ടു. ഇനി ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ്, ലിമിറ്റ് സൈക്കിൾസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് നോക്കാം. റൈറ്റ്, ആൻ എക്സാമ്പിൾ, ദിസ് എക്സാമ്പിൾ വി ആർ ലുക്കിംഗ് അറ്റ് ഇസ് കോൾഡ് ദ വാൻ ഡെർ പോൾ ഇക്വേഷൻ. ഇറ്റ്സ് കോൾഡ് ദ വാൻ ഡെർ പോൾ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. ദിസ് ഇസ് ദ സിസ്റ്റം, ദിസ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് എപ്സിലോൺ 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, now the question, you can check whether this is this linear or non-linear. Okay, I leave it as an exercise for you to find whether this is linear or non-linear. Is it linear or non-linear? Okay, all right. Anyway, now this is equivalent to a set of equations given here. All right, dx by dt is equal to y and dy by dt. Okay, dx by dt നമ്മൾ y എന്നിടുകയാണെങ്കിൽ this is simply dy by dt. That's equal to epsilon 1 minus x square dx by dt. dx by dt എന്നുള്ളതിന് y എഴുതി minus x. All right, so this Van der Pol equation is equivalent to the system of equations given here. All right. In a system of equations, you can eliminate this time factor from it by and then you can get the equation of phase trajectory. We have discussed these things. You can get the equation of phase trajectory from dy by dx equal to epsilon 1 minus x square minus x divided by y. Okay, because what the system of equations is there, we had dy by dt is equal to epsilon 1 minus x square y minus x, and we also had y is equal to, sorry, dx by dt is equal to y. Okay, അപ്പോൾ ഇതിനെ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ this y goes and you get x by y. All right, that's why you have got dy by dx equal to epsilon 1 minus x square minus x divided by y. Okay, now either നമ്മൾ epsilon different values. Okay, you can take different values for the parameter epsilon and plot this. Okay, function y of x, you can plot y as a function of x. In epsilon equal to 0 ആണെങ്കിൽ, right, suppose epsilon is equal to 0, we get a circle. Why is that? The epsilon 0 ആണെങ്കിൽ you get dy by dx is equal to minus x by y. All right, so you see that y dy is equal to minus x dx, or y dy plus x dx is equal to 0. Okay, if you integrate on both sides, you get y square by 2 plus x square by 2 is equal to the constant of integration. Right, you will have a constant of integration. All right, now this is of the form x square plus y square is equal to a constant. All right, or x square by y square is equal to a square. അപ്പോൾ ഇത് സർക്കിൾ ആണ്. Okay, അപ്പോൾ ഇത് സർക്കിൾ ഫേസ് സ്പേസ് ട്രജക്ടറി സർക്കിൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ്സ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. റൈറ്റ്, എലിപ്സിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണല്ലോ സർക്കിൾ. അപ്പോൾ ക്ലോസ് ട്രജക്ടറി ആണ്, സോ ഇറ്റ്സ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. ഇനി epsilon 0.1 ആണെങ്കിൽ, right, you slightly change epsilon. Okay, if epsilon is equal to 0.1, the phase trajectory is slightly different from a circle. If we increase the value of epsilon further, the phase trajectories differ much from circles. അതായത് സർക്കിളിൽ നിന്നുള്ള ഡീവിയേഷൻസ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഫേസ് ട്രജക്ടറീസ് മനസ്സിലാക്കാം. റൈറ്റ്, അഗെയിൻ ഇത് മാത്തമാറ്റിക്കായി നമുക്ക് ചെയ്യാവുന്നതാണ്. മാത്തമാറ്റിക് പോലുള്ള സോഫ്റ്റ്വെയറിൽ ഇഫ് യു ഗൂഗിൾ ദിസ് വാൻ ഡെർ പോൾ ഇക്വേഷൻ, റൈറ്റ്, പല അനിമേഷൻസ് അവൈലബിൾ ആണ്. മാത്തമാറ്റിക്കയുടെ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുള്ള പല അനിമേഷൻസും അവൈലബിൾ ആണ്. റൈറ്റ്, ഓരോ വാല്യൂ എപ്സിലോണിന്റെ വാല്യൂ മാറ്റുമ്പോൾ ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, റൈറ്റ്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഓൺലൈനായിട്ട്, റൈറ്റ്, നമ്മൾ പ്രോഗ്രാമിംഗ് ഒന്നും എഴുതാതെ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന sites ഉണ്ട്. Okay, so you can just google these things if you are interested in seeing the exact behavior of these things. All right, alright, ഇനി നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ചെറിയ വാല്യൂവിനാണെങ്കിൽ ഈ രീതിയിലാണ് ഉണ്ടാകുക. Right, for small values of epsilon. Okay, so limit cycles for the Van der Pol equation
ഇത് അപ്രോക്സിമേറ്റ്ലി സർക്കിൾ ഫോർ സ്മോൾ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് എപ്സിലോൺ. എപ്സിലോൺ ചെറുതാണെങ്കിൽ ഏകദേശം സർക്കിളാണ്, ഏകദേശം അത് സർക്കിളാണ്. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്, ഒരു ക്ലോസ്ഡ് ഓർബിറ്റ് ആണ്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആണെങ്കിൽ യു സീ ദാറ്റ് ദിസ്, we don't do this exactly, but if you use some programming or if you do it online, you will see that for x square less than 1, x square less than 1 എന്നുള്ള റീജിയനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാജക്ടറീസ് ഈ സർക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യും. റൈറ്റ്, ഇറ്റ് വിൽ റീച്ച് ദ സർക്കിൾ. ഇനി എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ യു സീ ദാറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് will decrease and again it will approach the circle. Right? Okay. Okay, ഇനി നമ്മൾ ഹൈ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് എപ്സിലോൺ 0യേക്കാളും വളരെ കൂടുതലാണെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആണ്. Okay, circular അല്ല, it will have distorted shapes like this, but still there is a limit cycle. Right? Still there is a limit cycle. Right? X square less than 1 ന് കറസ്പോണ്ട് ചെയ്യുന്ന ട്രാജക്ടറീസ് it will tend to this thing, and x square greater than 1 ന് കറസ്പോണ്ട് ചെയ്യുന്നത് it will go to this limit cycle. Right? അപ്പോൾ ഈ കേസിൽ രണ്ടും these are stable limit cycles. Right? Both these are stable limit cycles. Okay? So if x square is greater than 1, the damping is positive and the motion spirals inward towards a stable path in phase space. This stable path is called the limit cycle. Right? അതായത് എക്സ് സ്ക്വയർ 1 കൂടുതലാണ്. അതായത് നമ്മുടെ വാൻ ഡെർ പോൾ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളത് എഴുതിയിരുന്ന ദിസ് വാസ് വാൻ ഡെർ പോൾ ഇക്വേഷൻ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് എപ്സിലോൺ 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എക്സ് ഈക്വൽ ടു 0. റൈറ്റ്, നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷന്റെ ഫോമിൽ തന്നെയാണല്ലോ അല്ലെ. ബി ഓഫ് എക്സ് മറ്റേ ബി ഓഫ് എക്സ് എക്സ് ഡോട്ട് സ്ക്വയർ അല്ലെ, ബി ഓഫ് എക്സ് എക്സ് ഡോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 നമ്മൾ എഴുതിയിരുന്നു അല്ലെ. വി ഹാഡ് സ്റ്റഡീഡ് ദി സെറ്റ് ഓഫ് ഇക്വേഷൻസ് ലൈക്ക് ദിസ്, എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ബി ഓഫ് എക്സ് എക്സ് ഡോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിരുന്നു. റൈറ്റ്, അതിന്റെ ഒരു സ്പെഷ്യൽ കേസാണിത്. ബി ഓഫ് എക്സിന് പകരമാണ് നമുക്ക് ഇവിടെ ഉള്ളത് മൈനസ് എപ്സിലോൺ 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത്. ഇനി എക്സ് സ്ക്വയർ 1 കൂടുതലാണെങ്കിൽ, if x square is greater than 1, then this becomes plus. Right? 1 minus x square is negative and this becomes plus, and then there is damping. അങ്ങനെയാണെങ്കിൽ ഡാമ്പിംഗ്, അതായത് ബി ഓഫ് എക്സ് പോസിറ്റീവ് ആണെന്നുള്ള രീതിയിലാണ് വരുന്നത്. ബി ഓഫ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇറ്റ് കറസ്പോണ്ട്സ് ടു ഡാമ്പിംഗ്, ഇറ്റ് ലൂസസ് എനർജി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ മോഷൻ സ്പൈറൽസ് ഇൻവേർഡ്സ് toward a stable path in phase space. X square greater than 1 തുടങ്ങുന്നതെങ്കിൽ the damping is positive and it will spiral towards the limit cycle. Okay. അതുപോലെ എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്. സോ this entire thing is negative, or b of x is negative. When b of x is negative, we had seen that it is gaining energy. All right, there is excitation, so it gains energy and then approaches the limit cycle. All right. So for x square less than 1, the damping is negative and the motion spirals outward towards the limit cycle. Damping negative എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് it gains energy. Right? Damping positive എന്ന് പറഞ്ഞാൽ it loses energy. Damping negative എന്ന് പറഞ്ഞാൽ it gains energy. Right? The final state of motion is stabilized as the damping vanishes for x equal to 1. X equal to 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ clearly that damping term is 0 because we have got 1 minus x square. Right? So that goes to 0. And the system moves on a closed path approximately circular for small epsilon. For larger epsilon, it's a deformed closed orbit. When epsilon is large enough, the damping term becomes comparable in magnitude to the other terms. Alright, so in this case, you see that the trajectories are distorted from the circular shape. Circular shape il ninnu atyavashyam maatam undu. Right, it gets distorted. Okay, but still you can see the limit cycle. Right, still you can see the limit cycle. Okay. Alright, അതുപോലെ damping strong ആകുന്ന സമയത്ത് you'll see that there are changes in frequency also. Alright, and the frequency, simple harmonic motion frequency ആയിരിക്കില്ല ഈ കേസിലുള്ള frequency. All these things get distorted. Okay. Okay, so we have discussed what we mean by limit cycles. Okay, so limit cycles are, right, these are associated with isolated closed trajectories, periodic behavior, right? Isolated periodic behavior, if you like, isolated closed trajectories in phase space. Okay, in phase space. ഇതിനാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾസ് എന്ന് പറയുന്നത്. റൈറ്റ്, ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന സൊല്യൂഷൻസിനാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ, അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ, അതുപോലെ
stable limit cycle എന്ന് പറയുന്നത് attractor എന്നൊരു example ആണ് നമ്മളുണ്ട്. We also saw the term attractor, right? And then we looked at a particular example called van der Pol oscillator. Okay, this is a system of equations, or this is a differential equation which actually has solutions corresponding to a limit cycle. All right, so solutions corresponding to limit cycle. So we saw the limit cycles in the case of a van der Pol oscillator. All right, so with that we'll conclude the discussion of limit cycles. Thank you.